ഇനി ഒരു ഭക്തയുടെ ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ലജി എന്ന പേരുള്ള ഒരു ഭക്തയാണ് ചോദിച്ചത്, ഭണ്ഡാരകൃഷ്ണന് മുകളിലെ മാല ചാർത്താനായിട്ട് വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ പാടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ 2 മക്കളും ചാർത്തിയിട്ടുണ്ട്. അപ്പൊ ആരോ അവരുടെ അടുത്ത് പറഞ്ഞു ഇത്രേ, അവിടെ മാല ചാർത്താനായിട്ട് പാടില്ല, ദോഷാണെന്നൊക്കെ. അപ്പൊ അത് അങ്ങനെ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഇതിന്റെ ഉത്തരം നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഈ ഭണ്ഡാരകൃഷ്ണൻ എന്നുള്ള ആ ഒരു പേര് തന്നെ അത് വിഷ്ണുവിന്റെ ലൈവിന്റെ സമയത്ത് വിഷ്ണു ഇട്ടിട്ടുള്ള പേരാ. അവിടെ QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട്, അതായത് പണമായിട്ട് സമർപ്പിക്കാൻ, ഡയറക്റ്റ് നമുക്ക് പൈസയായിട്ട് ഇടാൻ ഭണ്ഡാരത്തിൽ ഇടാൻ പറ്റാത്തവരെ ഫോണിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭണ്ഡാരം അവിടെ വെച്ചിരിക്കുന്നത്, QR കോഡൊക്കെ ആയിട്ട്. അതിന് മുകളിൽ ഒരു ഗുരുവായൂരപ്പനെ വെച്ചു എന്നേ ഉള്ളൂ. അവിടെ ആർക്ക് വേണമെങ്കിലും വന്നിട്ട് മാല ചാർത്താട്ടോ. ശ്രീലകത്ത് കയറിയിട്ട് നമുക്ക് മാല ചാർത്താനൊന്നും സാധിക്കില്ലല്ലോ. അപ്പൊ ഭക്തജനങ്ങൾക്ക് സാധിക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണിത്. ഭണ്ഡാരകൃഷ്ണനാണെങ്കിലും ചുറ്റമ്പലത്തിലെ തൂണുകളിലുള്ള കൃഷ്ണനാണെങ്കിലും ഗുരുവായൂരപ്പന്റെ ആ ശില്പങ്ങളൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ, അതായത് നമുക്ക് കയറി ചെന്ന് സമർപ്പിക്കാൻ സാധിക്കുന്നിടത്തൊക്കെ തീർച്ചയായിട്ടും നമുക്ക് സമർപ്പിക്കാം. അതിൽ യാതൊരുവിധ ദോഷവും ഇല്ല കേട്ടോ. പലതരത്തിലുള്ള മാലകൾ കിട്ടും, നല്ല ഭംഗിയുള്ള കോർത്തിട്ടുള്ള മാലകൾ. അതൊക്കെ കൊണ്ടുവരാം, ആർക്ക് വേണമെങ്കിലും സമർപ്പിക്കാം. വിവാഹം കഴിഞ്ഞവർക്കോ വിവാഹം കഴിയാത്തവർക്കോ മുത്തശ്ശനോ മുത്തശ്ശിക്കോ അങ്ങനെ ഏത് പ്രായത്തിലുള്ളവർക്കും അവിടെ വന്നിട്ട് മാല സമർപ്പിക്കാം കേട്ടോ. ഭക്തിയോട് കൂടെ സമർപ്പിക്കുക. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നത് അത് ഭക്തിയോട് കൂടെ അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അവിടെ മാല സമർപ്പിച്ചതുകൊണ്ട് യാതൊരുവിധ ദോഷവും ഇല്ല. നമ്മുടെ ഗുരുവായൂരപ്പനെ ദോഷക്കച്ചവടക്കാരനല്ല. ഒരു കുട്ടയിൽ ദോഷമായിട്ട് ദോഷം വേണോ എന്ന് പറഞ്ഞ് നടക്കുന്ന ഗുരുവായൂരപ്പനല്ല. ഭഗവാൻ വേണ്ടുവോളം അനുഗ്രഹം ഇങ്ങനെ ചൊരിയാനായിട്ട് നടക്കുന്നത്. അതും കച്ചവടമല്ല, വേണ്ടുവോളാണ് കൊടുക്കുന്നത്, ഇഷ്ടം പോലെയാണ് കൊടുക്കുന്നത്. ആ ഒരു അനുഭവം ഞാൻ ഇപ്പൊ മുന്നേ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ ദോഷം വരും എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യരുത്. ഭക്തിയോട് കൂടി ചെയ്യുക, തീർച്ചയായിട്ടും അത് ഭഗവാൻ സ്വീകരിച്ചിരിക്കും കേട്ടോ.